ജബി മേത്തർ രാവിലെ എഴുന്നേറ്റുകൊണ്ട് എവിടെ മത്സരിക്കും എന്നുള്ളൊരു രീതി ജബി മേത്തർക്കില്ല. പാർട്ടി 2010 ജബി മേത്തറോട് പറഞ്ഞു ആലുവ മുനിസിപ്പാലിറ്റിയിലെ 22-ാം വാർഡിൽ മത്സരിക്കൂ. 2015 പറഞ്ഞു ആലുവ മുനിസിപ്പാലിറ്റിയിലെ 22-ാം വാർഡിൽ മത്സരിക്കൂ. 2020 പറഞ്ഞു ആലുവ നഗരസഭയിലെ 22-ാം വാർഡിൽ മത്സരിക്കൂ. 3 പ്രാവശ്യവും കൈപ്പത്തി ചിഹ്നത്തിൽ പാർട്ടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മത്സരിച്ചു. അതിനുശേഷം പാർട്ടി 2022 പറഞ്ഞു രാജ്യസഭയിലേക്ക് നോമിനേഷൻ കൊടുക്കാൻ ഫയൽ ചെയ്യാൻ പാർട്ടി തീരുമാനമെടുത്തു. അങ്ങനെ പാർട്ടി എന്ത് തീരുമാനിക്കും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ എന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ളത്. അത് വളരെ ആത്മാർത്ഥതയോടുകൂടി കേരളത്തിലെ അമ്മമാരുടെ ശബ്ദമായി ഈ അമ്മമാരുടെ കണ്ണുനീരിന് വില കൽപ്പിക്കാത്ത പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ താഴെ ഇറക്കാൻ പോകുന്നത് കേരളത്തിലെ അമ്മമാരും സ്ത്രീകളും സഹോദരിമാരും അതിൻ്റെ മുന്നിലുണ്ടാവും. ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൻ്റെ തിരക്കിലാണ്. അല്ല, അത് ഓരോരുത്തർക്കും ഓരോ രീതികളും പ്രയോറിറ്റികളും തീരുമാനങ്ങളും ഒക്കെയാണല്ലോ. അത് ഞങ്ങളെപ്പോലെയുള്ളവർക്കൊക്കെ പാർട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതാണ്. ഇപ്പോൾ 2010 ആലുവ നഗരസഭയിലേക്ക് മത്സരിക്കുമ്പോഴോ 2020 ആലുവ നഗരസഭയിലേക്ക് മത്സരിക്കുമ്പോഴോ സ്വാഭാവികമായും അവിടെ വൈസ് ചെയർപേഴ്സൺ ആയിരുന്ന ഒരു 2020 ആയപ്പോൾ നമ്മൾ സ്വാഭാവികമായും കരുതുന്നത് എന്താണ്, 2025 വരെ അവിടെ വൈസ് ചെയർപേഴ്സൺ ആയിട്ട്. അപ്പോൾ മാനസികമായി ആലുവ നഗരസഭയുടെ വൈസ് ചെയർപേഴ്സണായി 2025 വരെ ഇരിക്കാൻ തയ്യാറായി നിന്നൊരു വ്യക്തിയാണ്. പക്ഷെ പാർട്ടി വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നു, അത് നമ്മൾ നിറവേറ്റുന്നു. കോൺഗ്രസ് ഫസ്റ്റ്. ജില്ലയിലൊരു കാര്യം ചോദിക്കട്ടെ, കഴിഞ്ഞ ഇടക്കുണ്ടായ DCC യോഗങ്ങളിലൊക്കെ തന്നെ മഹിളാ കോൺഗ്രസിന്റെ അംഗങ്ങൾ വിട്ടുനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പോഷക സംഘടനയിലെ ആളുകൾ ഒരുമിച്ച് കൂട്ടത്തോടെ വിട്ടുനിൽക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. മഹിളാ കോൺഗ്രസിൻ്റെ ജനുവരി 4-ാം തീയതി നിങ്ങളെല്ലാവരും കണ്ടതാണ് മഹിളാ സാഹസ് കേരള യാത്ര. കാസർഗോഡ് നിന്നാണ് ആരംഭിച്ചത്. ശ്രീ KC വേണുഗോപാൽജി ഫ്ലാഗ് ഓഫ് ചെയ്ത ഏറ്റവും വലിയ ഒരു മഹിളാ സമ്മേളനം കാസർഗോഡ് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു മഹിളാ സമ്മേളനത്തോടു കൂടി ആ ഉദ്ഘാടന സമ്മേളനത്തോട് നടന്ന് ഈ കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തിലും ഞങ്ങൾ മഹിളാ സാഹസ് കേരള യാത്രയുമായി ചെന്നപ്പോൾ കോൺഗ്രസിൻ്റെ പൂർണ്ണമായ പിന്തുണയാണ് മഹിളാ കോൺഗ്രസിനും മഹിളാ സാഹസ് കേരള യാത്രയ്ക്കും ലഭിച്ചത്. അതേപോലെ തന്നെയാണ് തിരിച്ചും ഞങ്ങൾക്കും തിരിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നോട് ഞങ്ങൾക്കും ഇപ്പോൾ KPCCയുടെ സർക്കുലർ തന്നെ നിങ്ങൾ കണ്ടില്ലേ. KPCCയുടെ സർക്കുലറിൽ പോലും പറയുന്നത് സ്ഥാനാർത്ഥി പരിഗണനയിലൊക്കെ വരുമ്പോൾ മഹിളാ കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവർ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ പ്രാധാന്യം നൽകണം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ എന്തിനാണ് കോൺഗ്രസിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്? അങ്ങനെയുള്ള യോഗങ്ങളിൽ നിന്നും വിട്ടുനിന്നതായി എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. എൻ്റെ അടുത്ത് ആരും ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ഞങ്ങൾ വളരെ ഐക്യത്തോടെയും അത് ചോദിച്ചതുകൊണ്ട് ഞാനൊരു കാര്യം പ്രത്യേകമായി പറയാനും കൂടി ആഗ്രഹിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റുമാരും ബ്ലോക്ക് പ്രസിഡന്റുമാരും അതിന് മുകളിലേക്കും ഉള്ള നേതാക്കന്മാരുടെ മുഴുവൻ സഹകരണം മഹിളാ കോൺഗ്രസിന് ലഭിച്ചതുകൊണ്ടാണ് ചരിത്രത്തിൽ ഇതുവരെ രേഖപ്പെടുത്താത്ത തരത്തിൽ 1474 മണ്ഡലങ്ങളിലേക്ക് മഹിളാ കോൺഗ്രസിന് സാഹസ് യാത്ര പൂർത്തീകരിക്കാൻ സാധിച്ചത്. അപ്പോൾ ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് കടപ്പെട്ടിരിക്കുന്നവരാണ്. ഞങ്ങൾ അങ്ങനെ മാറി നിന്നിട്ടില്ല, ഇനി മാറി നിൽക്കുകയുമില്ല.